മമ്മൂട്ടി തൽക്കാലം ഈ വർഷം ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എൻ്റെ പൊന്നു ചേട്ടാ, പെല്ലിശ്ശേരി ചേട്ടാ, നിങ്ങൾക്ക് എവിടുന്നാണ് ഇത്ര ഇൻഫർമേഷൻസ് കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ മാസം 11-ാം തീയതി 14-ാം തീയതി ഏറ്റവും മമ്മൂക്ക നാട്ടിൽ വരുന്നുണ്ട്. ബസൂക്ക എന്ന സിനിമയുടെ ഒരു പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം, അതുപോലെ തന്നെ കളങ്കാവൽ എന്ന സിനിമയുമായി എന്തോ ഒരു ചെറിയ സർപ്രൈസും കൂടി വരാനുണ്ട്. അത് കൂടാതെ ഇതാ മഹേഷ് നാരായണന്റെ സിനിമയിൽ അഭിനയിക്കാൻ കൂടി അദ്ദേഹം വരുന്നു എന്നുള്ള ഒരു ഡീറ്റെയിൽസ് ഞാൻ ഫാൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടുന്നാണ് ഇൻഫർമേഷൻ കിട്ടിയത്? മമ്മൂട്ടി ഈ വർഷം സിനിമയിലേ അഭിനയിക്കുന്നില്ല, റെസ്റ്റിലാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ മുന്നേ പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ മമ്മൂക്കയ്ക്ക് ഞാൻ മെസ്സേജ് അയച്ചു, മമ്മൂക്ക നീ പറയുന്നതൊക്കെ ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ? മമ്മൂക്കക്ക് ക്യാൻസർ ആണോ? അപ്പോൾ മമ്മൂട്ടി പറഞ്ഞത്രേ, എനിക്ക് ക്യാൻസർ ആണ് എന്നുള്ളത്, കേൾക്കുന്നതൊക്കെ ശരിയാണ് എന്നുള്ളത്. ഇത് വെച്ച് നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് പോലും ഇടാതെ ഞങ്ങളോട് വന്ന് പറഞ്ഞതാ. ഞങ്ങളൊക്കെ അന്ന് പേടിച്ച് ആകെ നട്ടം തിരിഞ്ഞു എന്നുള്ളതാണ്. കാരണം അത്ര ഇഷ്ടമാണ് മമ്മൂട്ടിയെ. അപ്പോഴാണ് നിങ്ങൾ ഈ രീതിയിൽ ഡയലോഗ് അടിക്കുന്നത്. ഇപ്പൊ വന്ന് പറയുന്ന ഡയലോഗ് ഇതാ. ഏകദേശം ഒരു 10-12 മിനിറ്റുള്ള ഒരു വീഡിയോ കണ്ടിട്ട് കിളി പോയി മോനെ. ഇയാളുടെ ചാനലിൽ പോയിട്ട് വീഡിയോ കണ്ടിട്ട് ആ വീഡിയോന്ന് ഒരു കട്ടിങ് എടുത്തിട്ട് ഞാൻ കൊണ്ടുവരുന്നത്. അത് എന്തിനാ കൊണ്ടുവരുന്നത് എന്നുള്ളത് വീഡിയോന്റെ ഇടയിൽ തന്നെ പറഞ്ഞുതരാം, കേൾക്കാം. മമ്മൂട്ടി തൽക്കാലം ഈ വർഷം ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് അസുഖം കൂടുതൽ കൊണ്ടല്ല, വിശ്രമം, മരുന്ന്, മറ്റു ചില ഡിസ്കഷൻ എല്ലാം ഉണ്ട്. ഈ വർഷം എന്തായാലും സ്വന്തം സിനിമയായാലും മറ്റു സംവിധായകരുടെ സിനിമയായാലും അഭിനയിക്കാൻ പോകുന്നില്ല എന്നാണ് ഒരു അറിവ് കിട്ടിയിരിക്കുന്നത്. എന്തറിവ് കിട്ടി? നേരിട്ട് മമ്മൂട്ടിയെ വിളിക്കണ്ടേ? നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചിട്ട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള, മെസ്സേജ് അയച്ച മറുപടി തരുന്ന ആളല്ലേ മമ്മൂട്ടി? എന്തുകൊണ്ട് ചോദിച്ചില്ല? എനിക്ക് ഇയാളുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഇയാളോടുള്ള മതിപ്പ് ഓൾറെഡി ഇല്ല. പക്ഷേ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്ന ഒരാളെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ചു പോകും. പക്ഷേ ഈ വാക്കിൽ നിന്ന് മനസ്സിലായി മമ്മൂട്ടിക്ക് ഈ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് റെസ്റ്റിലാണ്, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്നുള്ളത്. മമ്മൂക്കാക്ക് ഒരു വലിയ റെസ്റ്റ് കിട്ടിയ ഒരു സമയം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ. കൊറോണ സമയത്ത് നമുക്ക് റെസ്റ്റ് തന്നെയായിരുന്നു. പക്ഷെ 70 കഴിഞ്ഞ ആളുകൾ തീരെ പുറത്തിറങ്ങരുത് എന്നൊരു കാര്യമൊക്കെ വന്നിട്ട് ട്രോളടക്കം വന്നിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി പുറത്തിറങ്ങിയില്ല. മമ്മൂട്ടി ഈ പ്രായത്തിലുള്ള ആളുകൾ ഇറങ്ങേണ്ട ഒരു സമയം ഗവൺമെന്റ് പറയുന്ന അത്രയും നാൾ റെസ്റ്റ് ആയിരുന്നു, പുറത്തിറങ്ങിയിട്ടേ ഇല്ല. പക്ഷെ പുറത്ത് ഇറങ്ങിയപ്പോൾ വന്ന മുഴുവൻ ചരിത്രം, വന്ന സിനിമകളൊക്കെ അങ്ങ് പോയി ആകാശം മുട്ടി. അത്ര അധികം ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. അത്ര അധികം വെറൈറ്റി സിനിമകൾ വന്നു എന്നുള്ളതാണ്. അതായത് കൊറോണ കാലത്ത് അദ്ദേഹം ഓരോ ദിവസവും കാണുന്ന സിനിമകളിലൂടെയും അദ്ദേഹം ഓരോ കാര്യങ്ങൾ പഠിച്ചു. വെറുതെ വീട്ടിൻ്റെ അകത്ത് ഇരിക്കുകയല്ല ചെയ്തു എന്നുള്ളതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു, അപ്ഡേഷൻ വരുത്തി ജീവിതത്തിൽ. അങ്ങനെ അദ്ദേഹം വന്നിട്ട് കുറച്ച് സിനിമകളിൽ അഭിനയിച്ചു. ചെയ്ത സിനിമകളൊക്കെ പൊളിയാ. ഇപ്പോൾ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അദ്ദേഹം റെസ്റ്റില്ല. ആ റെസ്റ്റ് കഴിഞ്ഞ് വരുന്ന സിനിമകളോ നമ്മളെ എന്തായാലും കോരിത്തെരിപ്പിക്കുന്ന കാര്യത്തിൽ തർക്കം വേണ്ട. പക്ഷെ അതിന്റെ ഇടയിലാണ് മമ്മൂട്ടി ഇക്കൊല്ല സിനിമയിലെ അഭിനയിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മണഗണാഞ്ചിത്തരം പറഞ്ഞു വരുന്ന ഓരോരുത്തർ. പിന്നെ എപ്പോഴായിരിക്കും? അടുത്ത വർഷം ആദ്യമോ അതിൻ്റെ മറ്റു ദിവസങ്ങളിലോ മമ്മൂട്ടി ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അപ്പോഴും നമുക്ക് കിട്ടുമ്പോൾ സാധ്യതകൾ മാത്രമേ പറയുന്നുള്ളൂ, ഉറപ്പ് അപ്പോഴും പറയാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളും ഒരു ഉറപ്പ് പറഞ്ഞിട്ടില്ല, കേട്ടറിവുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളും നിങ്ങളുടെ സംശയങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ചാനലിൽ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ കണ്ണാടിന്റെ മുന്നിൽ നോക്കിയിട്ട് മമ്മൂട്ടി അസുഖം മാറി വരുമല്ലേ എന്ന് ചോദിച്ചാൽ പോരെ? എന്തിനൊരു കണ്ണാടി വെച്ചേ ഒരു ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കൊണക്കുന്നത്? ഇതൊക്കെ കുറച്ച് ഓവറായി. ഇമ്മാതിരി കൊണയടി വേണ്ടായിരുന്നു എന്ന് വിചാരിച്ച് മമ്മൂട്ടി രോഗാവസ്ഥയിൽ കിടക്കുകയാണോ എന്ന് ചോദിച്ചാൽ അല്ല. മമ്മൂട്ടി ശരിക്കും വിശ്രമ ജീവിതം ഇപ്പോഴാണ്. മമ്മൂട്ടി ഇത്രയും കാലം വിശ്രമിക്കാതെ അഭിനയം തപസ്യാക്കിക്കൊണ്ട് മുന്നോട്ട് പോയ മമ്മൂട്ടി ഇപ്പോഴാണ് അസുഖത്തിൻ്റെ പേരിൽ മരുന്നും വിശ്രമവുമായി കഴിയുന്നത്. എൻ്റെ പൊന്നു ചേട്ടായി, എന്താ ചേട്ടായിയുടെ പ്രശ്നം? ആദ്യം പറയുന്നു അസുഖമായതുകൊണ്ട് റെസ്റ്റാണ്, പിന്നെ പറഞ്ഞു അസുഖമായതുകൊണ്ട് റെസ്റ്റ് എടുത്തതല്ല, മമ്മൂട്ടി വെറുതെ ഒരു റെസ്റ്റ് എടുത്തതാന്നുള്ളത്. അങ്ങനെ വെറുതെ ഒരു റെസ്റ്റ് എടുക്കേണ്ട കാര്യം എന്നുള്ളത്. എൻ്റെ പൊന്നു മോനെ, മലയാള സിനിമയ്ക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയെ വേണം. ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുക. അതിൻ്റെ ഇടയിൽ ആളുകൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും. ആ ക്യൂരിയോസിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഇമാതിരി ഊളത്തരം പറഞ്ഞുകൊണ്ടിരിക്കരുത്. അതൊക്കെ കുറച്ച് ഓവറാണ് എൻ്റെ പൊന്നു ചേട്ടായി. ആ വിശ്രമവേളകളിൽ പോയും വായിക്കാനും നല്ല സിനിമകൾ കാണാനും സമയം ചെലവഴിക്കുന്നുണ്ട് എന്നുകൂടി അറിയാൻ കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമോ, കുടുംബം ഏറ്റവും പ്രിയപ്പെട്ടതാണ് മമ്മൂട്ടിക്ക്. കുടുംബത്തിലെ പേരക്കുട്ടികളെ അടക്കം
എല്ലാവരുമായും ഒത്തുകൂടാൻ കഴിഞ്ഞു എന്നുള്ളതും ഈ കാലഘട്ടത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവമാണെന്ന്. സത്യത്തിൽ നിങ്ങൾ എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞു വെക്കാൻ പോകുന്നത് എന്ന് മുന്നേ തന്നെ ഒന്ന് പറയണം കേട്ടോ. മമ്മൂട്ടി ഈ വർഷം സിനിമയിലെ അഭിനയിക്കില്ല എന്നാണ് ആള് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പറയുന്നു അദ്ദേഹത്തിന് അസുഖമൊന്നുമില്ല, വെറുതെ റെസ്റ്റ് എടുക്കുക, പിന്നെ ഒരു ദിവസം സിനിമയും കാണുന്നത് നന്നായി വായിക്കുന്നുണ്ട്. ഇപ്പൊ നേരിട്ട് കണ്ടതുപോലെയാണ് ചില സ്റ്റേറ്റ്മെന്റ്, ചിലത് ആരോ പറഞ്ഞത് കേട്ടതുപോലെ. സത്യം പറയാച്ച ഇയാൾ സ്വപ്നത്തിൽ കണ്ട കുറെ കാര്യങ്ങൾ വന്നിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ, ആ ചാനലിൽ വന്നിട്ട് ഓരോ ഒന്ന് കൊണക്കിന്ന്, വേറെ ഒന്നുമില്ല. അപ്പോൾ സംശയമുള്ളവർക്ക്, തെറ്റായ വാർത്തകൾ കൊടുക്കുന്നവർക്ക് ഞങ്ങൾക്ക് പറയാനുള്ളതാണത്. മമ്മൂട്ടി ചെന്നൈയിൽ തന്നെയാണ്, മമ്മൂട്ടി ചികിത്സയുണ്ട്, മമ്മൂട്ടി വിശ്രമമുണ്ട്, വേണ്ടപ്പെട്ടവർ സംസാരിക്കുന്നുണ്ട്, വേണ്ടപ്പെട്ടവരെ കാണുന്നുണ്ട്. പക്ഷേ ഈ വർഷം ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ സാധ്യത കുറവാണ്. അത് മിക്കതും അടുത്ത വർഷമായിരിക്കും. അമേരിക്കയിലാണ് മമ്മൂട്ടി എന്നാണ് കുറച്ച് ആളുകൾ പറഞ്ഞത്. ഇദ്ദേഹം ഊട്ടി ഉറപ്പിക്കുന്നു ചെന്നൈ സ്വവസതിയിൽ ട്രീറ്റ്മെന്റിലാണ്. അല്ല, ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, അസുഖമൊന്നുമില്ല, വെറുതെ ഇരിക്കുകയാണ്. അല്ല, വെറുതെ ഇരിക്കില്ല, സിനിമ കണ്ടോണ്ടിരിക്കുക. അല്ല, സിനിമ മാത്രമല്ല, പുസ്തകം വായിക്കുന്നുണ്ട്. പുസ്തകം മാത്രല്ലേ, ഇങ്ങനെ വിവരിക്കുക. അവസാനം ആണെന്ന് തോന്നുന്നു എന്നുള്ളത്. കൊള്ളാം കൊള്ളാം കൊള്ളാം. വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് പെല്ലിശ്ശേരി എന്തൊക്കെയാ പറയണത്. അപ്പോൾ ഈ വർഷം മമ്മൂട്ടിയുടെ പടം ഉണ്ടാവില്ലേ, കാണാൻ പറ്റില്ലേ എന്ന് ചോദിച്ചാൽ, മമ്മൂട്ടിയുടെ റിലീസ് ചെയ്യാൻ 1-2 പടങ്ങൾ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണത്. മമ്മൂട്ടിക്ക് ഈ വർഷം മുഴുവനും മമ്മൂട്ടിയെ ഓർമ്മിക്കാൻ പറ്റിയ സിനിമകൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അത് റിലീസ് ചെയ്യും. അത് മിനിമം ക്വാളിറ്റിയുള്ള സിനിമയാണ്. ഇറങ്ങാൻ പോകുന്ന സിനിമകൾ മമ്മൂട്ടിക്ക് അഭിനയത്തിൻ്റെ മുഹൂർത്തങ്ങൾ, പുതിയ മുഹൂർത്തങ്ങൾ കാണിക്കുന്ന സിനിമയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ വർഷത്തിലൊരു ഓർമ്മയാവാതിരിക്കാൻ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചോളാം. അമ്മാതിരി ഊളത്തരാണ് ഒരു ചാനലിൽ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അയാൾ ഊഹാപോഹങ്ങൾ നിരത്തുകയാണ്. മമ്മൂട്ടി ഈ മാസം തന്നെ ഈ MMN എന്ന് പറയുന്ന സിനിമ, തെറ്റിയല്ല, ആ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നുണ്ട്. ആ ഒരു കാര്യം ഞാൻ ഫാൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇയാളെ പോലെ മെസ്സേജ് അയച്ചിട്ടൊന്നും എനിക്ക് അറിയിക്കാൻ ആളുകളൊന്നുമില്ല. ഞാൻ കുറച്ച് ഫാൻസ് അസോസിയേഷൻ അങ്ങ് തറ്റം വരെ അന്വേഷിച്ചതിന് ശേഷമാണ് മനസ്സിലാവുന്നത് ഈ മാസം സിനിമയുടെ ഷൂട്ട് തുടങ്ങും. അയാളുടെ ട്രീറ്റ്മെന്റ് ഏകദേശമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം അവിടെ റെസ്റ്റിലാണ്. ഇനി വന്ന് സിനിമയിൽ അഭിനയിക്കും, ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. ഇയാൾ പറയുന്ന ഊഹാപോഹങ്ങളും കണ്ടുകൊണ്ട് കുറെ പാവങ്ങൾ അതിൻ്റെ അടി പോയിട്ട് നല്ല വൃത്തികെട്ട് അടിപൊളി കമന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ 10 മിനിറ്റ് പോയി, ഈ നാറി ഏത് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കമന്റ് എടുക്കുന്നുണ്ട്. എനിക്കതാ ചോദിക്കാളൂ, ഇയാളെ ആരാ, ഇയാൾക്ക് എന്താ വേണ്ടത്? മമ്മൂട്ടിയെ ഞങ്ങൾക്ക് വേണം, മലയാള സിനിമക്ക് വേണം, ഇന്ത്യൻ സിനിമക്ക് വേണം. പുതിയ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ അദ്ദേഹത്തിന് കടന്നു പോകാനുണ്ട്. പുതിയ ഭാവ മാറ്റങ്ങളിലൂടെ ഞങ്ങളത് കണ്ട് ആസ്വദിക്കണം. കളങ്കാവൽ എന്ന സിനിമ ഞങ്ങളുടെ മുന്നിൽ കാത്ത് വെച്ചിരിക്കുക, ഞങ്ങൾ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ്. ടീസറിന് വേണ്ടി കാത്തിരിക്കുക. ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും വന്നു. ഇനി ലുക്കുകളൊന്നും ഇടാതെ നേരെ ടീസറും ട്രെയിലർ ഇട്. ഞങ്ങൾക്ക് ആ ഒരു ഇത് സഹിക്കാൻ വയ്യ, കാത്തിരിപ്പാണ്. അതൊന്നും കൂടാതെ അത് കഴിഞ്ഞടുത്തത് ബിലാൽ എന്ന സിനിമയും ഇവിടത്തെ പ്രഖ്യാപിച്ച് കഴിഞ്ഞു. അതിൽ വന്ന് മമ്മൂട്ടി അതിൽ അഭിനയിക്കണം. ഞങ്ങൾക്ക് പണ്ടത്തെ ആ ഒരു ബിലാലിനെ വീണ്ടും ഒന്ന് കാണണം. അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഓരോ ഊളത്തരമായിട്ട് ഓരോരുത്തർ വരുന്നത്. മലയാള സിനിമയിൽ എന്നും തലപ്പത്ത് തന്നെ മമ്മൂട്ടി ഉണ്ടാവും, ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട. ഈ വർഷം ഈ മാസം അദ്ദേഹം ഇവിടെ എത്തുകയും ചെയ്യും. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി അതിലേക്ക് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.